ടാറ്റ ഓൾട്രോസ് 2025 ആണെന്ന് എൻ്റെ കൂടെയുള്ള വാഹനങ്ങൾ. ആക്ച്വലി വാഹനങ്ങൾ എന്ന് പറയാനുള്ള റീസൺ എന്ന് വെച്ചാൽ രണ്ട് വേരിയൻറ്റുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഈ ഒരു വാഹനം ICNG ആണ്, അതായത് CNG വേർഷനാണ്. ഈ കാണുന്ന വാഹനം ഡീസലാണ്. അപ്പോൾ ടാറ്റ ഓൾട്രോസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഒരു സെഗ്മെൻറ്റിൽ യുണീക്ക് സംഭവങ്ങൾ കൊണ്ടുവരുന്ന വാഹനമാണ്. അതായത് യുണീക്ക് എന്ന് പറയാനായിട്ട് ഇപ്പോൾ ഡീസൽ ഇതിൽ മാത്രമേ ഉള്ളൂ. അതുമാത്രമല്ല ഇതിനകത്ത് വരുന്ന ICNGയുടെ അകത്ത് 2 ടാങ്കാണ്. അതായത് റിയറിൽ നമുക്ക് കുറച്ചും കൂടി സ്പേസ് ഉണ്ട്, അതായത് ബൂട്ട് സ്പേസ് കൂടുതലാണ്. അതുമാത്രമല്ല വണ്ടിനകത്ത് മാറ്റങ്ങൾ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ഇനി മെക്കാനിക്കലി എന്തൊക്കെ മാറ്റങ്ങളുണ്ട് എല്ലാം ഞാൻ പറഞ്ഞുതരാം. വെൽക്കം ടു ഓൾ തിങ്സ് ഓട്ടോ. അപ്പോൾ ആദ്യം ഓൾട്രോസിൻ്റെ റിവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ഡീസൽ വേരിയൻറ്റുമായിട്ടാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഡീസൽ വേരിയൻറ്റ് ഞാൻ ആദ്യം ചൂസ് ചെയ്തത്? ഫസ്റ്റ്, എൻ്റെ ഫേവറേറ്റ് ആണ് ഡീസൽ. രണ്ടാമത്തെ കാര്യം, ഞാനൊരു പോൾ ഇട്ടിരുന്നു ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്ത്. ഞാൻ എപ്പോഴും എന്താ വെച്ചാൽ ഒരു ഡ്രൈവിന് പോകുമ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പോൾ ഇടും. അങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചു ICNG വേണോ അല്ല ഡീസലിൻ്റെ റിവ്യൂവിലാണ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയേണ്ടത്. സോ അവർ പറഞ്ഞു ഡീസൽ. പിന്നെ മൂന്നാമതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വെച്ചാൽ ഈ സെഗ്മെൻറ്റിൽ ആക്ച്വലി ഡീസൽ ഇല്ല, അപ്പോൾ ഓൾട്രോസിൽ മാത്രമേ ഡീസൽ ഉള്ളൂ. സോ ഐ തോട്ട് ലൈക്ക് ഡീസൽ ആയിരിക്കും ഫസ്റ്റ് പ്രിഫറൻസ്. എങ്ങനെയുണ്ട് വണ്ടിയുടെ അകത്ത് മാറ്റം? അപ്പോൾ ഓവറായിട്ട് വലിച്ചു നീട്ടുന്നില്ല. മെക്കാനിക്കലിൻ്റെ അകത്ത് ചേഞ്ചസ് ഇല്ല, ഒരൊറ്റ ഭാഗത്ത് മാത്രമേ ചേഞ്ചസ് ഉള്ളൂ. അത് ഞാൻ എന്തായാലും ഉറപ്പായിട്ടും സൈഡ് പറയുമ്പോൾ പറയാം. പിന്നെ വന്ന മാറ്റമല്ല എക്സ്റ്റീരിയേഴ്സിലും അതുപോലെ ഇൻറ്റീരിയേഴ്സിലാണ്. വാഹനം കുറച്ചും കൂടി ഭംഗി വെച്ചിട്ടുണ്ട്. ഇനി എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഈ സെഗ്മെൻറ്റിൽ i20 ആയിരുന്നു എൻ്റെ ഇതുവരെയുള്ള ഫേവറേറ്റ് ആയിട്ടുള്ള ആ ഒരു ഡിസൈൻ ആസ്പെക്റ്റ്. പക്ഷേ ഈ ഒരു ഡിസൈൻ കണ്ടപ്പോൾ എനിക്ക് തോന്നി യെസ് ഇത് കുറച്ചും കൂടി ബെറ്ററാണ്. നിങ്ങളുടെ ഒപ്പീനിയൻ ഉറപ്പായിട്ടും താഴെ പോസ്റ്റ് ചെയ്യുക. സോ നമുക്ക് മാറ്റങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ ഈ വണ്ടിയുടെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇവിടുന്ന് അങ്ങോട്ട് ആക്ച്വലി മാറ്റമില്ല, പക്ഷേ ഇവിടുന്ന് അങ്ങോട്ട് കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട്. അപ്പോൾ ഹെഡ്ലൈറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ ആക്ച്വലി ഒരു സ്മോക്ഡ് ഔട്ട് ഫീലാണ്. 2 ബാരൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു സിഗ്നേച്ചർ DRLs ഉണ്ട്. അപ്പോൾ ഈ ഒരു ക്ലസ്റ്റർ ഓൾ ന്യൂ ആണ്, ഈ ഒരു ഭാഗം ഫുൾ ന്യൂ ആണ്. അപ്പോൾ ഈ ഗ്രില്ലിനൊരു പ്രത്യേകത ടാറ്റ പറയുന്നത് വെച്ചാൽ ഇതൊരു 3D ഗ്രില്ലാണ്. അപ്പോൾ ഒരു 3D എലമെൻറ്റ്സ് നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ കാണാൻ സാധിക്കും. അപ്പോൾ 3Dയിൽ 2D ലോഗോ വരുന്നുണ്ട് ടാറ്റയുടെ. അപ്പോൾ പിന്നെ ഇവിടെ വലിയ മാറ്റങ്ങളൊന്നുമില്ല. അപ്പോൾ മൊത്തത്തിലൊരു സ്മോക്ഡ് ഔട്ട് ഫീലാണ് ഇതിൻ്റെ ഈ ഒരു ഹെഡ്ലൈറ്റ് ക്ലസ്റ്ററിന്. ഇനി ബമ്പേഴ്സ് കംപ്ലീറ്റ്ലി ന്യൂ ആണ്. ഇവിടെ എയർ ഇൻടേക്സ് കാണാൻ സാധിക്കും. 360 ഡിഗ്രി പാർക്കിംഗ് ക്യാമറ ഉണ്ട്. ഈ ഒരു ഡിസൈൻ ആസ്പെക്ട്സ് കംപ്ലീറ്റ്ലി ന്യൂ ആണ്. ഫോഗ് ലാമ്പിൻ്റെ അകത്തും ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു മിനിയേച്ചറാണ്. ഹെഡ് ലാമ്പ്സിൽ 2 ബാരൽസ് വരുന്ന പോലെ തന്നെ ഫോഗ് ലാമ്പ്സിൻ്റെ അകത്ത് 2 ബാരൽസാണ്, പക്ഷേ അടുപ്പിച്ചടുപ്പിച്ചാണ്. അപ്പോൾ ഇതാണ്. പിന്നെ അത് മാത്രമല്ല ഇവിടെ ആക്റ്റീവ് എയർ സ്കൂപ്സ് ഉണ്ട്. ഇതിൻ്റെ ഒരു ഗുണം എത്രത്തോളം ഉണ്ടെന്ന് ഉറപ്പായിട്ട് നമ്മൾ ഡ്രൈവിൽ നോക്കും. അപ്പോൾ ഇതായിരുന്നു ഈ വാഹനത്തിൻ്റെ ഫ്രണ്ട് ഫേസ്. ആക്ച്വലി എനിക്കിഷ്ടപ്പെട്ടു, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. അതുമാത്രമല്ല ഞാൻ പറഞ്ഞു ഇതിനകത്ത് ചേഞ്ചസ് ഇല്ല. സോ ഷീർ മെറ്റലിൽ ചേഞ്ചസ് ഇല്ല, ഇതിനകത്ത് ഇരിക്കുന്ന എൻജിനിലും ചേഞ്ചസ് ഇല്ല. എന്തായാലും ഞാൻ ബോണറ്റ് ഓപ്പൺ ചെയ്ത് കാണിക്കാം. അപ്പോൾ ടാറ്റ ഈ സെഗ്മെൻറ്റിൽ സേഫസ്റ്റ് കാറാണ് അൺഡൗട്ടഡ്ലി. അതുപോലെ തന്നെ ഈ സെഗ്മെൻറ്റിൽ ഏക ഡീസൽ എൻജിൻ വരുന്നൊരു വാഹനം കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ എൻജിൻ്റെ പ്രത്യേകത റെവ ടോർക്ക് സീരീസ് ഓഫ് ഡീസൽ എൻജിനാണ്. അപ്പോൾ ഈ എൻജിൻ തന്നെയാണ് നമുക്ക് നെക്സോണിലും കേവിലും വരുന്ന 1500 cc ആണ്. ഏകദേശം 200 Nm ടോർക്കും അതുപോലെ 90 bhp പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ആക്ച്വലി രസമാണ് വണ്ടി. അപ്പോൾ എപ്പോഴും എനിക്ക് ഈ വണ്ടി ഓടിക്കുമ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ ആ ഒരു ഗ്രണ്ട് അകത്ത് നന്നായിട്ട് കേൾക്കും. സോ ഈ വട്ടം അത് കേൾക്കാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി സെയിം ആസ് ഇതിൻ്റെ മുമ്പത്തെ ജനറേഷൻ പോലത്തെ സീലിംഗ് ആണ്. പ്രത്യേകിച്ച് എക്സ്ട്രാ സീലിംഗ്സ് ഒന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. സോ ഉറപ്പായിട്ടും ഡ്രൈവിൽ അത് ചെക്ക് ചെയ്യാം, NVH ലെവൽസ്. ഇനി നമുക്ക് സൈഡിൽ വന്ന മാറ്റങ്ങൾ നോക്കാം. ഓൾട്രോസിൻ്റെ സൈഡ് പറയുന്ന മുമ്പ് ഈ സ്പോട്ടിനെ കുറിച്ച് ഞാൻ പറയാം. നിങ്ങൾക്ക് അവിടെ കാണാം വിമാനം ലാൻഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു ഫ്ലൈറ്റ് ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ സ്പോട്ടർ ആണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു സ്ഥലമാണ്. ഇവിടെ നിന്നാണ് നമുക്ക് മാക്സിമം ടേക്ക് ഓഫും അതുപോലെ തന്നെ ലാൻഡിങ് കാണാൻ സാധിക്കുക. അപ്പോൾ ഈ സ്ഥലം എവിടെയുള്ള വെച്ചാൽ നമ്മൾ നന്ദി ഹിൽസ് പോണ വഴിക്ക് സാറ്റലൈറ്റ് റോഡിൽ ഏകദേശം ഒരു 3-4 കിലോമീറ്റർ വന്നാൽ ഈ സ്പോട്ടിലേക്ക് എത്താം. അതിഗംഭീരമായിട്ടുള്ള സ്ഥലമാണ്, പ്രത്യേകിച്ച് ഷൂട്ട് ചെയ്യാനൊക്കെ. സോ നമുക്ക് ഇതിൻ്റെ മാറ്റങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ ടയറിൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ മാറ്റം വന്നത് ഇനി മുതൽ എല്ലാ ടാറ്റ ഓൾട്രോസിനകത്തും 16 ഇഞ്ച് ടയേഴ്സാണ് അവർ കൊടുക്കുന്നത്. അപ്പോൾ ബേസ് വേരിയൻ്റ് എടുത്താലും നിങ്ങൾക്ക് 16 ഇഞ്ച് അലോയ്സ് അല്ലെങ്കിൽ ടയേഴ്സ് കിട്ടും. ഈ ഒരു അലോയ് പാറ്റേണിൻ്റെ ഞാനൊരു ഫാൻ അല്ല. ആക്ച്വലി ഇത് EV പാറ്റേൺ ആണ്. അപ്പോൾ എന്തുകൊണ്ട് ഈ വണ്ടിയിൽ ഇത് കൊണ്ടുവന്ന് ഇട്ടു എന്നുള്ള ഏറ്റവും വലിയ ചോദ്യം. ആക്ച്വലി ഇതിന് മുമ്പത്തെ ജനറേഷനിലെ അലോയ് ആയിരുന്നു എൻ്റെ ഫേവറേറ്റ്. എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ അവർ പറയുന്നത് വെച്ചാൽ ഇതൊക്കെ കാരണം ഫ്യൂൽ എഫിഷ്യൻസി എവിടെയെങ്കിലും കൂടിയുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഫിഗേഴ്സിൽ അതും അവർ പറയുന്നില്ല. അപ്പോൾ ഈ ഒരു പാനലിലെ മാറ്റം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി ഇതിന് മുമ്പത്തെ ജനറേഷനിൽ ഈ ഒരു ഭാഗത്തായിരുന്നു ഇൻഡിക്കേറ്റർ. ആ ഇൻഡിക്കേറ്റർ അവിടെ നിന്ന് മാറ്റിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ ഇത് ഒരു ഓൾ ന്യൂ ORVM ക്ലസ്റ്ററാണ്. പ്രത്യേകത ഇൻഡിക്കേറ്റർ ഇവിടെ വന്നു. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ ഇതിനകത്ത് 360 ഡിഗ്രി പാർക്കിംഗ് ക്യാമറ ഉണ്ട്. അപ്പോൾ അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗത്ത് നമുക്ക് മാറ്റം കാണാൻ സാധിക്കും. അപ്പോൾ ഫിസിക്കലി പെട്ടെന്ന് കാണുന്ന മാറ്റം ഈ ഒരു ഫ്ലഷ് ഡോർ ഹാൻഡിൽസ് ആണ്. അതിനു മുമ്പ് ഈ ഒരു ഭാഗത്ത് ഈ സംഭവം വളരെയേറെ കുറച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുമ്പ് കുറച്ചുകൂടി വീതി കൂടിയതാണെങ്കിൽ ഇത് കുറച്ചുകൂടി സ്ലീക്ക് ആക്കിയിട്ടുണ്ട്. അതുപോലെ ഈ ഡോറും അതുപോലെ ഈ ഡോറും
ഓൾ ന്യൂ ആണ്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു ഈ ഒരു സംഭവം മാത്രമല്ല നിങ്ങൾ മാറ്റിയിട്ടുള്ളൂ, ഡോർ മാറ്റിയിട്ടുള്ളൂ. അപ്പോൾ അവർ പറഞ്ഞു ആക്ച്വലി ഈ ഒരു സംഭവം ഇവിടെ ഇൻകോർപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ സ്ട്രക്ചർ മാറ്റണം. സോ ഈ ഡോറും കംപ്ലീറ്റ്ലി ന്യൂ ആണ്. അനുസരിച്ച് നമുക്ക് അതിൻ്റെ അകത്തിൽ വരുന്ന ആ മാറ്റങ്ങൾ കാണാൻ സാധിക്കും. ഇതിനെക്കുറിച്ച് രണ്ട് അഭിപ്രായമാണ്. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ നോർമൽ കേസിൽ ഡോറാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് തുറന്ന് അകത്തേക്ക് കയറാം. പക്ഷേ ഇതാകുമ്പോൾ എന്താ സംഭവിച്ചാൽ ആദ്യം തന്നെ നമുക്ക് സംശയമായിരിക്കും. ഇപ്പോൾ ഇവിടെ ലൈറ്റ് കത്തണോണ്ട് ഇവിടെ കുത്താൻ തോന്നും, പക്ഷേ ഇവിടെ കുത്തുമ്പോൾ തുറക്കില്ല. ഇവിടെ കുത്തിക്കഴിഞ്ഞാൽ പിന്നെ കൈയിട്ട് തുറക്കാൻ ആക്ച്വലി ഭയങ്കര ബുദ്ധിമുട്ടാണ്. രണ്ടാമത്തെ കേസ് എന്താ വെച്ചാൽ ഇപ്പോൾ ലോക്ക് ചെയ്തു, ഇനി അൺലോക്ക് ചെയ്യുമ്പോൾ അപ്പോഴും നമ്മളിത് ഇങ്ങനെ കൈയിട്ട് തന്നെ തുറക്കണം. അപ്പോൾ XUV 700 നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, അൺലോക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ പോപ്പപ്പ് ചെയ്ത് വെക്കും. അങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടി എളുപ്പമാണ്. ഇപ്പോൾ ഡോർ തുറന്ന സ്ഥിതിക്ക് ഇവർ പറയുന്ന ഏറ്റവും നല്ല ഫീച്ചറാണിത്, 90 degrees ഓഫ് ഡോർ ഓപ്പണിംഗ്. ആക്ച്വലി ഫീച്ചറൊക്കെ അടിപൊളിയാണ്, പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എവിടെ വരുന്നത് അറിയോ? അപ്പോൾ ഞാൻ ഇതിനകത്ത് ഇരിക്കുക, അതിനുശേഷം ഈ 90 ഡിഗ്രീസിലേക്ക് എത്താൻ കുറച്ച് പാടാണ്. അതായത് ഞാൻ കിടന്ന് ഇവിടെ എത്തിയാൽ മാത്രമേ അടയ്ക്കാൻ സാധിക്കൂ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം പറയാം. പക്ഷേ വീട്ടിൽ വയസ്സായ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവരെ നമുക്ക് കയറ്റിയിരുത്താനും ഇറക്കാനും സൗകര്യമുണ്ട്. ഇനി ഗ്രൗണ്ട് ക്ലിയറൻസ് കേസ് നോക്കുകയാണെങ്കിൽ 165 അൺലേഡൻ. അതിനു മുമ്പ് അത് തന്നെയായിരുന്നു, അവിടെ ഒരു മാറ്റം വന്നിട്ടില്ല. റിയർ സൈഡിൽ ഇവിടെ ഒന്നും മാറ്റമില്ല. പിന്നെ വരുന്ന മാറ്റം ഇതിൻ്റെ ടെയിൽ ലാമ്പ് ക്ലസ്റ്ററിലാണ്. അപ്പോൾ അതുകൂടി നോക്കാം. ഓൾട്രോസിൻ്റെ റിയർ എൻഡിലും നമുക്ക് വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഷാർക്ക് ഫിൻ ആൻറ്റന, ഈ കാണുന്ന സ്പോയിലർ ആക്ച്വലി സ്പോയിലർ അല്ല, പക്ഷേ ഇവിടെയും അതുപോലെ തന്നെ ഈ ഗ്ലാസ് ഏരിയ സെയിം ആസ് ഇതിൻ്റെ മുമ്പത്തെ വേർഷനാണ്. പക്ഷേ ഇവിടെ നിന്ന് അങ്ങോട്ടാണ് മാറ്റം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ക്ലസ്റ്റർ അതിഗംഭീരമായിട്ടുണ്ട്. കണക്റ്റഡ് DRLs കാണാൻ സാധിക്കും. അതുപോലെ 2D ലോഗോ ആണ്. ഈ ഒരു സംഭവമില്ലേ, ഇത് ഓൾ ന്യൂ ആണ്. ഇവിടെ 360 ഡിഗ്രി പാർക്കിംഗ് ക്യാമറ അല്ലെങ്കിൽ റിവേഴ്സ് ക്യാമറ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഓൾട്രോസിൻ്റെ പുതിയ ലെറ്ററിങ് അല്ലെങ്കിൽ ലെറ്റർ ഫോണ്ട് വന്നിട്ടുണ്ട്. ഇനി ബമ്പേഴ്സ് ഫ്രണ്ടിൽ പോലെ തന്നെ ഇതും കംപ്ലീറ്റ്ലി ന്യൂ ആണ്. അപ്പോൾ എനിക്ക് ഈ ഒരു കോൺട്രാസ്റ്റ് ഇഷ്ടപ്പെട്ടു. ഇവിടെ റിഫ്ലക്റ്റേഴ്സ് ഉണ്ട്, കുറച്ച് കാറ്റുണ്ടാവും. അപ്പോൾ ചിലപ്പോൾ വോയിസിൽ വല്ല മാറ്റം ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇതിന് മുമ്പത്തെ ജനറേഷനിൽ ഈ ഒരു ഭാഗത്തായിരുന്നു ഇതിൻ്റെ റിവേഴ്സ് ലാമ്പ് ആണെങ്കിൽ, ഇപ്പോൾ റിവേഴ്സ് ലാമ്പ് ഇവിടുന്ന് മാറ്റി ഇങ്ങോട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു മാറ്റം. ഇനി ഇതെല്ലാം നല്ല മാറ്റമാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു മാറ്റം പറയാം. ഈ സാധനത്തിൻ്റെ റിയർ ഹുഡ് ഓപ്പൺ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എൻ്റെ റീസൺ വേറെ ഒന്നുമില്ല, നമ്മൾ പെട്ടെന്ന് തപ്പുമ്പോൾ ഇവിടെ ഒന്നും കാണാൻ കിട്ടില്ല, ഇവിടെ ഒന്നും കിട്ടില്ല. പിന്നെ മനസ്സിലാവുക ഇതിൻ്റെ അവിടുന്ന് കുറച്ചും കൂടി അകത്ത് പോയി കഴിഞ്ഞാൽ ഒരു ചെറിയൊരു സംഭവമാണ്, അതിലാണ് ഇതിൻ്റെ ബൂട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ബൂട്ടിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇതൊരു ഹാച്ചാണ്. അപ്പോൾ ഹാച്ചിന് ഏകദേശം 300+ എന്ന് പറയുമ്പോൾ കുഴപ്പമില്ലാത്തൊരു ലഗേജ് സ്പേസ് എന്ന് പറയാം. അപ്പോൾ ഇത് ഡീസൽ ആയതുകൊണ്ട് നമുക്ക് ഏകദേശം ഒരു 340 ലിറ്ററത്തോളം സ്പേസ് ഉണ്ട്. ഇനി ഇതിൻ്റെ CNG വരുമ്പോൾ നമുക്ക് കുറച്ച് കുറവായിരിക്കും, കാരണം അതിൻ്റെ 2 സിലിണ്ടേഴ്സ് വരുന്നുണ്ട്. എന്തായാലും അത് ഞാൻ കാണിച്ചു തരാം അതിൻ്റെ റിയറിൽ. ബാക്കി എവിടെയും ഈ വണ്ടിയുടെ എക്സ്റ്റീരിയറിലെ ഡീസലും അതുപോലെ തന്നെ ICNGയും തമ്മിൽ ഒരു മാറ്റങ്ങളും ഇല്ല, എക്സെപ്റ്റ് ആ ഒരു ടാങ്കും ആ ഒരു സ്പേസ് മാത്രമേ ഉള്ളൂ. ടാറ്റ ഓൾട്രോസ് 2025 ഇൻറ്റീരിയേഴ്സ് ഓൾ ന്യൂ ആണ്. അപ്പോൾ ഞാൻ ഇതിന് എക്സ്റ്റീരിയർ റിവ്യൂ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു, വൺ ഓഫ് ദ ബെസ്റ്റ് ഗുഡ് ലുക്കിംഗ് കാർസ് ആണ്. അപ്പോൾ ഇൻഡസ്ട്രിയിലെ അകത്ത് വന്ന് നോക്കിയപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഈ ഒരു സെഗ്മെൻറ്റിലെ വൺ ഓഫ് ദ പ്രീമിയം ലുക്കിംഗ് ഹാച്ചാണ് ടാറ്റ ഓൾട്രോസ് 2025. അപ്പോൾ എന്തുകൊണ്ട്? ഓബ്വിയസ്ലി നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു ലേ ഔട്ടും ഈ കാണുന്ന ആ മെറ്റീരിയൽസിൻ്റെ ഫീലൊക്കെ. അപ്പോൾ ടാറ്റയുടെ കാര്യം പറയുകയാണെങ്കിൽ ടാറ്റ മിക്ക ആളുകളും പറയുന്നത് വെച്ചാൽ ആ ഒരു പാനൽ ഗ്യാപ്സും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇഷ്യൂസായിട്ട് പറയുമ്പോൾ ഈ ഒരു പുതിയ ജനറേഷനിലേക്ക് വരുമ്പോൾ ഒരു കംപ്ലീറ്റ്ലി ഡ്രാസ്റ്റിക് ഒരു മാറ്റം ഒന്നും എവിടെയും കാണാൻ പറ്റില്ലെങ്കിൽ പോലും അവർ കൃത്യമായി പരിശ്രമിക്കുന്നുണ്ട് മാറാനായിട്ട്. അത് നമുക്ക് ആക്ച്വലി ഈ ഒരു വണ്ടിയിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഡാഷ്ബോർഡിൻ്റെ ലേ ഔട്ട് നോക്കുകയാണെങ്കിൽ ഡാഷ്ബോർഡിൽ നല്ല വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് ഇതെല്ലാം സോഫ്റ്റ് മെറ്റീരിയലാണ്, അല്ല തോന്നലാണ്, പക്ഷേ ടച്ച് ചെയ്യുമ്പോൾ മനസ്സിലാവും അതെല്ലാം ഹാർഡാണ്. അപ്പോൾ ആ ഒരു ഫീൽ കിട്ടും, അതായത് കാണുമ്പോൾ ഒരു സോഫ്റ്റ് മെറ്റീരിയൽ ഫീലാണ് ഇതുള്ളത്. അതുമാത്രമല്ല എൻ്റെ അകത്ത് 2 കളറിൻ്റെ ഇൻസേർഷൻ വന്നിട്ടുണ്ട്. അത് കാരണം തന്നെ നമുക്ക് കുറച്ചുകൂടി പ്രീമിയം കിട്ടും. പിന്നെ ഇന്ത്യയിൽ ഒരു വണ്ടി വെക്കുമ്പോൾ അതിൻ്റെ അകത്തൊരു ഈ ബേജ് കളർ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതൊരു ലക്ഷറി കോണ്ടൻ്റ് ആണ് അല്ലെങ്കിൽ സംഭവമാണെന്നുള്ളതാണ് ആൾക്കാരുടെ ധാരണ. സോ അത് അതുപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. ഇനി സ്റ്റീരിങ്ങിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ സ്റ്റീരിങ്ങിൻ്റെ അകത്തുള്ള ഈ ഒരു കളർ കോമ്പിനേഷൻ അതിഗംഭീരമാണ്. ടാറ്റയുടെ ആ ഒരു ഇലുമിനേറ്റിംഗ് ലോഗോ കാണാൻ സാധിക്കും. ലെഫ്റ്റ് സൈഡിലെ വോളിയം കൺട്രോൾസ്, റൈറ്റ് സൈഡിലെ ക്രൂസ് കൺട്രോൾ. അപ്പോൾ ആ ഒരു സെറ്റിങ്സ് ഒക്കെ ഉണ്ട്. എയർ ബാഗ് ഈ ഭാഗത്തുണ്ട്. അപ്പോൾ ചില ആൾക്കാർ ഇങ്ങനെ വണ്ടി ഓടിച്ചു. അപ്പോൾ ഞാൻ വണ്ടി ഓടിക്കുന്ന രീതി ഇങ്ങനെയാണ്. ആ സമയത്ത് നമുക്ക് ഈ ഒരു ഭാഗത്ത് പ്രസ്സിങ് വരും, അതായത് ഇവിടെ ക്രൂസ് കൺട്രോൾ പ്രസ്സാവും, അതുപോലെ ഇവിടെ കോൾ ബട്ടൺ നോർമലി ഒന്ന് പ്രസ്സാവും. അത് കാരണം ഒരു കുറ്റമായിട്ട് പറയല്ല, പക്ഷേ ആ ഒരു സംഭവമുണ്ട്. പക്ഷേ ഇങ്ങനെ വണ്ടിയൊക്കെ ഓടിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നമല്ല. ഇനി നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ വരുന്നത് 7 ഇഞ്ചാണ്. അപ്പോൾ ഇത് ഡീസൽ മാനുവലാണ്. അപ്പോൾ ഈ ഒരു വാഹനം മാനുവലിൽ മാത്രമേ ഉള്ളൂ ഡീസൽ, അതുകൊണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ ടോപ്പ് വേരിയൻറ്റ്, അതായത് നമ്മൾ DCA വേർഷൻ അല്ലെങ്കിൽ ഡുവൽ ക്ലച്ച് വേർഷനിലേക്ക് പോകുമ്പോൾ ഇവിടെ 10 ഇഞ്ചിൻ്റെ ഡിജിറ്റൽ ക്ലസ്റ്ററായിട്ട് മാറും.
ഇൻഫർടൈൻമെൻറ്റ് 10 ഇഞ്ച് തന്നെയാണ് എല്ലാ ഭാഗത്തിനകത്തും. പക്ഷേ ഇതിനകത്തും ഫീച്ചേഴ്സിൽ മാറ്റമുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് ഹാർമൻ ആണെന്നാണ് കമ്പനി പറയുന്നത്. പക്ഷേ എനിക്ക് ഇനീഷ്യലി കേട്ടപ്പോൾ ഹാർമൻ്റെ ഒരു ഫീൽ കിട്ടിയില്ല. പക്ഷേ ഇതിൻ്റെ ടോപ്പ് വേരിയൻ്റ് അകത്ത് ഹാർമൻ്റെ അകത്തുള്ള ക്വാളിറ്റിയിൽ നല്ല രീതിക്കുള്ള മാറ്റങ്ങളുണ്ട്. എ സിയുടെ ഈ ഒരു പാനൽസ് എല്ലാം കംപ്ലീറ്റ്ലി ന്യൂ ആണ്. അതുമാത്രമല്ല റിജിഡാണ്, കുറച്ചും കൂടി കാലം നിലനിൽക്കുന്ന ഒരു ഫീലുണ്ട്. ആംബിയൻ ലൈറ്റിങ്ങിൻ്റെ ഒരു സ്ട്രിപ്പ് ഉണ്ട്. 64 ഒന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് ഏകദേശം ഒരു 4-5 ടൈപ്പ് ആംബിയൻ ലൈറ്റിംഗ് ഇവിടെ കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്തിൻ്റെ അകത്ത് എൻ്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞത് ഇതിൻ്റെ ഗ്ലോ ബോക്സ് ആണ്. അപ്പോൾ ഈ ഗ്ലോ ബോക്സ് നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്യാം, സോഫ്റ്റായിട്ട് ഓപ്പൺ ആവും. അതുമാത്രമല്ല ഒരു ഏക്കർ കണക്കിന് സ്പേസ് ആണ്. അപ്പോൾ നമ്മൾ 2 കപ്പ് വെക്കാൻ പറ്റും, ഒരു ബുക്കോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കാം, ഡയറി വെക്കാൻ പറ്റും. ഇവിടെ കാർഡ് ഹോൾഡർ ഉണ്ട്. ഇതല്ലാതെ 2 ട്രേ ആണ്. ശരിക്കും പിന്നെ ഫ്രിഡ്ജ് പോലെയാണ്. ഈ ഒരു ഭാഗത്ത് നമുക്ക് ലാപ്ടോപ്പൊക്കെ വെക്കാൻ പറ്റും, താഴെ നമുക്ക് സാധനം വെക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നു ലൈറ്റും ഉണ്ട്. അപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിൽ മാത്രമല്ല, ഏകദേശം ഞാൻ റിവ്യൂ ചെയ്യുന്ന കാറുകളിൽ വൺ ഓഫ് ദ സ്പേഷ്യസും അതുപോലെ വൺ ഓഫ് ദ യൂസബിൾ ഗ്ലോ ബോക്സ് ആണ് ടാറ്റ ഓൾട്രോസിൻ്റെ അകത്ത് വരാറ്. സോ അതുപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ക്ലസ്റ്റർ ഓൾ ന്യൂ ആണ്. അപ്പോൾ ഇലിമിനേറ്റ് ചെയ്യും. ഇതിൻ്റെ ഫീഡ്ബാക്ക് നല്ലതാണ്. ഇപ്പോൾ നോർമലി ഞാൻ എപ്പോഴും ഫിസിക്കൽ ബട്ടൻ്റെ ഒരു ഫാനാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ നമ്മൾ 360 ഡിഗ്രി ആണെങ്കിലും കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ ലോക്ക് ചെയ്യാനും ഹസാർഡ് ലാമ്പും ആക്ച്വലി എല്ലാം കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതാണ് പ്രത്യേകത. ഗ്രേറ്റ്. അപ്പോൾ അവിടെ ആൾ നിൽക്കുന്നതുകൊണ്ട് ആ സെൻസർ ക്ലിക്ക് ചെയ്തതാണ് ഞാൻ ഓഫ് ചെയ്ത്. അപ്പോൾ ഈ ഭാഗത്ത് നമുക്ക് വയർലെസ് ചാർജർ വന്നിട്ടുണ്ട്. അതിപ്പോൾ ഈ ഒരു പുതിയ വേർഷനിലുള്ളതാണ്. അതുമാത്രമല്ല ഇതിൻ്റെ ഗിയർ നോബിൻ്റെ ആ ഒരു ഷേപ്പിൽ മാറ്റമുണ്ട്. ക്ലച്ച് ഭയങ്കര സോഫ്റ്റാണ്, അത് ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ പറയാം. ഇവിടെ നമുക്ക് ഒരു ചെറിയ സ്പേസിൻ്റെ 2 കപ്പ് ഹോൾഡേഴ്സ് വെക്കാൻ പറ്റും. മാനുവൽ ഹാൻഡ് ബ്രേക്കാണ്. പിന്നെ അതുപോലെ ഈ ഒരു സംഭവത്തിനകത്ത് ചെറിയൊരു സ്പേസ് ഉണ്ട്. ഇവിടെ ഒരു മാഗ്നറ്റ് ഉണ്ട്. അതുമാത്രമല്ല ഇത് നമുക്ക് ഫ്രണ്ട്ലിക്ക് ആക്കാൻ പറ്റും. സോ നമുക്ക് കൈവച്ച് വാഹനം ഓടിക്കാൻ പറ്റും. അപ്പോൾ ഇതൊരു എനിക്കിഷ്ടപ്പെട്ട സംഭവമാണ്. സീറ്റ്സിൻ്റെ കാര്യം എന്തായാലും എടുത്തു പറയണം. അപ്പോൾ ഓൾ ന്യൂ സീറ്റ്സ് ആണ്. ഇതിൻ്റെ അകത്ത് വരുന്ന ബ്രഷ്ഡ് അലുമിനിയം ഫീൽ ഇതിനെ കുറച്ചും കൂടി ലക്ഷറിയസ് ആക്കുന്നുണ്ട്. അതുപോലെ ഈ ഒരു കളർ കോമ്പിനേഷൻ ഇഷ്ടപ്പെട്ടു, ഫാബ്രിക് ഇഷ്ടപ്പെട്ടു. അതുപോലെ ഇത് കുറച്ചുകൂടി ഹാർഡനാണ് ഇതിൻ്റെ സ്പോഞ്ച്. പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ഇംപ്രസീവ് ആയിട്ടുള്ള സാധനം ഇതിനകത്ത് ഇൻബിൽറ്റ് അണ്ടർ തൈ സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഹൈറ്റുള്ള ആളുകൾക്കൊക്കെ ലോങ് ക്രൂസ് ചെയ്യാൻ ഇത് അതിഗംഭീരമായിരിക്കും. അപ്പോൾ ഈ ഫാബ്രിക് ഞാൻ നല്ലതെന്ന് പറഞ്ഞു, പക്ഷേ ഇത് വെള്ളയുണ്ട്, പെട്ടെന്ന് ചളിയാവും. അപ്പോൾ ചളിയാകുമ്പോൾ ആൾക്കാർ പെട്ടെന്ന് പോയി കവർ ഇടേണ്ട ആവശ്യമില്ല. കാരണം വെച്ചാൽ ഇത് എയർ ബാഗുള്ള സീറ്റ്സാണ്. അപ്പോൾ ഇതിനനുസരിച്ചുള്ള കവർ നോക്കി വാങ്ങിയിടുക. ഇനി വേറെ വലിയ മാറ്റം എനിക്ക് ഫീൽ ഇല്ല. ഇതും കൂടി ഒന്ന് മാറ്റിയാൽ കൊള്ളായിരുന്നു. കാരണം ഇതെല്ലാം മാറ്റിയപ്പോൾ ഇത് ഒന്ന് മാറ്റിയാൽ നല്ലതായിരുന്നു. ബാക്കി സെയിം ആസ് ലൈക്ക് ഈ പറഞ്ഞ വൈപ്പേഴ്സ് ഓട്ടോ ആണ്. അതുപോലെ സൺറൂഫ് ഇതിന് മുമ്പുണ്ടായിരുന്നു. വേറെ മാറ്റങ്ങൾ എനിക്ക് കാണാൻ സാധിക്കുന്നില്ല ഇവിടെ. ഇനി നമുക്ക് റിയറും കൂടി ചെക്ക് ചെയ്യാം. അപ്പോൾ സെക്കൻഡ് ഡോർ മാറ്റിയ സ്ഥിതിക്ക് ഇതിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യായിരുന്നു. ഞാനിതിൻ്റെ ഫാനല്ല, പ്രാക്ടിക്കാലിറ്റി ഇഷ്യൂ ഉണ്ട്. അത് കാരണം തന്നെയാണ് മാരുതി സുസുക്കി സ്വിഫ്റ്റിൻ്റെ 4th ജനറേഷനിൽ അവരിത് മാറ്റി ഇവിടേക്ക് വെച്ചത്. പക്ഷെ ഒരു കാര്യം പറയാം, ഇതിനെക്കാട്ടിലും ബെറ്ററാണ് ഇത്. അപ്പോൾ റിയറിൽ ഇരിക്കാൻ കംഫർട്ടബിൾ ആണ്, ഒരു സംശയമില്ല. അതുപോലെ ഈ എക്സ്റ്റെൻഡഡ് അണ്ടർ തൈ സപ്പോർട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാല് ടഗിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ആ ഒരു ഷേപ്പ് ഇങ്ങനെ ആക്കിയ സ്ഥിതിക്ക് നമുക്ക് മുട്ടൊന്നും തട്ടില്ല. ഒരു മാഗസിൻ ഹോൾഡർ ഉണ്ട്. അപ്പോൾ എന്താണ് ഈ മാത്രത്തെ പുതിയത്? ഫാബ്രിക് പുതിയതാണ്. ഈ ഒരു സംഭവം ഇതിന് മുമ്പുണ്ടായിരുന്നു, പക്ഷേ ഇവിടെ 2 കപ്പ് ഹോൾഡർ അവർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. AC വെൻസ് ഇതിന് മുമ്പുണ്ട്, പക്ഷേ ഇതിനകത്ത് 65 വോൾട്ടിൻ്റെ ഒരു USB-C ടൈപ്പ് ഓഫ് ചാർജർ കൊടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം ലൈക്ക് സേഫസ്റ്റ് കാറാണ്. സോ 3-pointed സീറ്റ് ബെൽറ്റ്, ഐസോഫിക്സ് സീറ്റ്സ്, ഫ്രണ്ടിലെ കണ്ട ആ ഒരു ലക്ഷറി കോണ്ടൻറ്റ് അല്ലേ, ആ ഒരു ബ്രഷ്ഡ് അലുമിനിയം, അത് നമുക്ക് റിയറിലും കൊടുത്തിട്ടുണ്ട്. വേറെ ഒന്നും പറയാനില്ല. അതുപോലെ തല തട്ടുന്നില്ല, ക്യാപ്പ് ഇട്ടിട്ട് പോലും തട്ടുന്നില്ല. സോ എൻ്റെ ഹൈറ്റുള്ളവരെ ഒരു കുഴപ്പമില്ല മാത്രമായിരിക്കാം. സോ ഫാമിലിക്ക് പറ്റിയ ഒരു കാറാണോ? യെസ്. ഇൻ ടേംസ് ഓഫ് സ്പേസ്, ഇൻ ടേംസ് ഓഫ് ഫീച്ചേഴ്സ്, അതുപോലെ ഇൻ ടേംസ് ഓഫ് ഡിസൈനും സ്റ്റൈലിങ്ങും എല്ലാം അതിഗംഭീരം. അപ്പോൾ ഇതായിരുന്നു പുതിയ ടാറ്റ ഓൾട്രോസ് 2025ൻ്റെ എക്സ്റ്റീരിയേഴ്സ് ആൻഡ് ഇൻറ്റീരിയേഴ്സ്. അപ്പോൾ ICNGയുമായിട്ട് എന്താണ് വ്യത്യാസം? ഒരു മാറ്റവും ഇല്ല. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പോകാത്തത്. ഒരു മാറ്റമുണ്ട്. ആക്ച്വലി റിയറിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ 2 സ്പ്ലിറ്റ് സിലിണ്ടറും അതുപോലെ തന്നെ ഫ്രണ്ടിലെ പാനലിൽ നമുക്കൊരു CNG സെലക്ടർ വരുന്നുണ്ട്. അതല്ലാതെ ഒരു മാറ്റമില്ല. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വണ്ടി ഡീസലാണ്, ആ കാണുന്ന വണ്ടി ICNG പെട്രോളാണ്. പ്രത്യേകിച്ച് നമുക്ക് അങ്ങനെ ഒന്നും തിരിച്ചറിയാൻ സാധിക്കില്ല, എക്സെപ്റ്റ് ആ ബാക്കിൽ വരുന്ന ഒരു ICNGയുടെ ബാജിങ്. അപ്പോൾ ഇന്നത്തെ ഡ്രൈവ് എങ്ങോട്ടാണ്? നമ്മളിന്ന് പോകുന്നത് ആദിയോഗി, അതായത് ബാംഗ്ലൂരിലുള്ളത്. സോ ഈ ഒരു വാഹനമായിട്ട് ഒരു 35 കിലോമീറ്റർ യാത്ര ചെയ്യാൻ വിചാരിച്ചു. അവിടെ പോകുമ്പോൾ ഉറപ്പായിട്ടും ഈ വണ്ടിയെക്കുറിച്ചുള്ള റിവ്യൂ ഞാൻ ആദ്യം ചെയ്യും. അതിനുശേഷം തിരിച്ചു വരുന്ന സമയത്ത് ICNG, അതിനുശേഷം ഓൾ തിങ്സ് ഓട്ടോൻ്റെ ഒരു പ്രോപ്പറായിട്ടുള്ള വേർഡിക്റ്റ്. ഓൾട്രോസ് 2025 ഡീസലാണ് നമ്മൾ ആദ്യം ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട്, എന്താണ് മാറ്റം? ആക്ച്വലി ഒരു മാറ്റവും ഒരേ ഒരു മാറ്റമേ ഉള്ളൂ. അതായത് ഈ വണ്ടിക്ക് കുറച്ച് വെയിറ്റ് കൂടിയിട്ടുണ്ട്. അപ്പോൾ വെയിറ്റ് കൂടുമ്പോൾ ചെറുതായിട്ട് സസ്പെൻഷനിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്.
പക്ഷേ എനിക്ക് ഈ സസ്പെൻഷൻ്റെ അകത്ത് ഈ ഓൾട്രോസ് റേസറിനെ പോലത്തെ ഒരു ഹാർഡ് സസ്പെൻഷൻ അങ്ങനത്തെ ഒരു ഫീലൊന്നും കിട്ടിയില്ല. പക്ഷേ ഇതിന് മുമ്പത്തെ ജനറേഷൻ വെച്ച് നോക്കുമ്പോൾ മേ ബി ആ ഒരു വെയിറ്റ് കൂടിയോണ്ട് വന്ന ചെറിയ ചേഞ്ചസ് കാരണമായിരിക്കും എനിക്ക് കുറച്ചും കൂടി ഇത് കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതല്ലാതെ മെക്കാനിക്കലി ഈ വാഹനത്തിനകത്ത് ഒരു മാറ്റവും ഇല്ല. ഇനി നമുക്ക് ഡീസലിനെ കുറിച്ച് സംസാരിക്കാം. അപ്പോൾ ഡീസലിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താ വെച്ചാൽ ഓൾട്രോസിൽ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഈ സെഗ്മെൻറ്റിൽ ഡീസൽ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ വേറൊരു ഓപ്ഷനില്ല, വേറൊരു ബ്രാൻഡിലേക്ക് നമുക്ക് പോകാൻ സാധിക്കില്ല. അപ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്ത സാധനം എന്താ വെച്ചാൽ ഈ ഒരു ഡീസൽ എൻജിൻ്റെ കൂടെ തന്നെ ഒരു ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ്. ഞാൻ DC ആണ് പ്രതീക്ഷ. ഇപ്പോൾ DC അല്ലെങ്കിലും ഒരു AMT കൊടുക്കാമായിരുന്നു. റീസൺ എന്താ സംഭവിച്ചാൽ ഹൈവേസ് ക്രൂസ് ചെയ്യാനൊന്നും വലിയ പ്രശ്നമല്ല. പക്ഷേ ഹൈവേ അല്ലാതെ നമ്മൾ സിറ്റി കണ്ടീഷൻസിൽ വണ്ടി ഓടിക്കുമ്പോൾ ഓട്ടോമാറ്റിക് നമ്മൾ ആക്ച്വലി മിസ് ചെയ്യും. ഹോപ്പ്ഫുള്ളി ഫ്യൂച്ചറിൽ അവർ കൺസിഡർ ചെയ്യുന്നൊക്കെയാണ് ഇന്നലത്തെ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. ഫിംഗേഴ്സ് ക്രോസ്ഡ്. ആക്ച്വലി എനിക്ക് ഈ വണ്ടിയുടെ എഞ്ചിൻ ഇഷ്ടമാണ്. അപ്പോൾ ഈ എഞ്ചിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് തന്നെയാണ് ടാറ്റയുടെ മിക്ക വാഹനങ്ങളെയും പവർ ചെയ്യുന്നത്. അത് കർവിൻ്റെ അകത്തും നെക്സോണിൻ്റെ അകത്തും കണ്ട സെയിം 90 PS, അതുപോലെ തന്നെ ഏകദേശം ഒരു 200 Nm ടോർക്ക് ഡെവലപ്പ് ചെയ്യുന്ന എഞ്ചിനാണ്. അപ്പോൾ പവറിന് ഒരു കുറവില്ല. അപ്പോൾ മിക്ക ആളുകളും ഓൾട്രോസിൻ്റെ പെട്രോൾ ഓടിക്കുമ്പോൾ പറയും അണ്ടർ പവർഡ്. ആക്ച്വലി ഡീസലിൻ്റെ ആ ഒരു ഇഷ്യൂ ഇല്ല. ഈ ഒരു വണ്ടി വണ്ടിയുടെ ഷേപ്പ് വണ്ടിയുടെ മൊത്തത്തിലെ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിന് കേപ്പബിൾ ആയിട്ടുള്ളൊരു എഞ്ചിൻ തന്നെയാണ്. നമുക്ക് എവിടെയും അണ്ടർ പവർഡ്, നമുക്ക് ആക്ച്വലി പവർ ഉണ്ട് അതിന്. പിന്നെ മാനുവൽ ഓടിക്കാൻ രസമാണ്. ഞാനിപ്പോൾ ഓടിക്കുന്നത് ഹൈവേയിലാണ്, ഹൈദരാബാദ് ബാംഗ്ലൂർ ഹൈവേയിലാണ്. സോ ട്രിപ്പിൾ ഡിജിറ്റ് സ്പീഡിലൊക്കെ സുഖമായിട്ട് ഈ വണ്ടിയുടെ അകത്ത് ചെയ്യാൻ സാധിക്കും. അതുപോലെ ലാഗ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓബിയസ്ലി ആ ഒരു ഇനീഷ്യൽ ഗ്രിഡിലുണ്ട്. അതല്ലാത്ത രീതിക്ക് നമുക്ക് ഭയങ്കര സുഖമാണ് വണ്ടി ഓടിക്കാൻ. അപ്പോൾ ആക്ച്വലി എനിക്ക് ഡീസൽ ഇഷ്ടമാണ്. അപ്പോൾ മിക്ക ആളുകളും ഈവൻ സർക്കാർ വരെ ഡീസൽ കുറയ്ക്കുന്ന സിറ്റുവേഷനിൽ നമുക്ക് മൈലേജിനെ കുറിച്ച് എന്തായാലും പറയണം. കാരണം പെട്രോൾ വണ്ടി ഓടിക്കുന്നവർക്ക് അറിയാൻ പറ്റും 14, 15, 16 ഒക്കെ മാക്സ് ആണെങ്കിൽ ഈ ഒരു വണ്ടി നമുക്ക് ഒരു സ്റ്റേബിൾ RPM ഓടിക്കുകയാണെങ്കിൽ അറൗണ്ട് ഒരു 20 to 22 വരെ കിട്ടും. അപ്പോൾ അതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. പിന്നെ ഞാൻ പറഞ്ഞു ഈ ഒരു എഞ്ചിൻ സെയിം ആണെങ്കിൽ പോലും ഈ ഒരു വണ്ടിക്ക് നെക്സോണും അതുപോലെ കർവിനെക്കാട്ടിലും വെയിറ്റ് നല്ല രീതിക്ക് കുറവുണ്ടായതുകൊണ്ട് ഇതെല്ലാം നമുക്ക് ഫ്യൂൽ എഫിഷ്യൻസി ആയിട്ട് കൺവേർട്ട് ആവും. അപ്പോൾ പുതിയ വണ്ടിയുടെ വന്ന മാറ്റത്തിൽ എനിക്ക് എടുത്ത് പറയാനുള്ള ഈ സീറ്റ്സ് ഉണ്ടല്ലോ ആക്ച്വലി ഭയങ്കര കംഫർട്ടബിളാണ് ലോങ് ക്രൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. വിസിബിലിറ്റി പ്രോപ്പറാണ്. അപ്പോൾ ഇത് കാരണം പ്രത്യേകിച്ച് ഒരു മറയൊന്നും വരുന്നില്ല. അതുമാത്രമല്ല ഈ ഒരു സംഭവം വന്നപ്പോൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പം. കാരണം ഇതിന് മുമ്പത്തെ ജനറേഷൻ്റെ അകത്ത് ഇതൊരു ചെറിയ ഒരു 5 ഇഞ്ചോ 6 ഇഞ്ചോ അങ്ങനെ സംഭവമായിരുന്നു. അത് മാത്രമല്ല അതിൻ്റെ ഒരു ക്ലാരിറ്റിയൊക്കെ ഇഷ്യൂ ആയിരുന്നു. പക്ഷേ ഇത് അതിഗംഭീരമാണ്. സോ നമുക്ക് ഗൂഗിൾ മാപ്പൊക്കെ ഇട്ടാലും ഭയങ്കര ക്ലാരിറ്റിയാണ്. ഇനി ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഫീച്ചേഴ്സ് കാരണം നമുക്ക് ഡ്രൈവബിലിറ്റിയിൽ ഒരു മാറ്റം വരാത്തതുകൊണ്ടാണ് ഞാൻ ഓവറായിട്ട് ഇതിനെ എക്സ്പാൻഡ് ചെയ്യാത്തത്. ലൈക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ഞാൻ പറഞ്ഞു ഡീസലിന് ഡീസൽ തന്നെയുള്ളൂ, അത് ഓൾട്രോസിൽ മാത്രമേ ഉള്ളൂ. സോ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇത് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇനി ഓൺ ദ വേ ആദ്യ യോഗി പോയതിന് ശേഷം തിരിച്ചു വരുമ്പോൾ ഞാൻ ICNG ഓടിക്കാം. സോ ഈ അണ്ടർ പവർഡ് ആയിട്ടുള്ള ICNG എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി ചെക്ക് ചെയ്യാം. സോ ലെറ്റ്സ് ഗോ. ഹൈവേയിൽ ഈ വണ്ടി ഓടിക്കാൻ ഭയങ്കര രസമാണ്. പക്ഷേ നമ്മൾ ഡൈവേർട്ട് ചെയ്തിട്ട് ഈ ആദ്യ യോഗിയുടെ അവിടെ പോകാൻ വേണ്ടിയിട്ട് ഒരു നോർമൽ റോട്ടിലേക്ക് എത്തി. അപ്പോൾ നോർമൽ റോട്ടിൽ എത്തുമ്പോഴും ആ ഫണ്ണ് കുറയുന്നില്ല. ആക്ച്വലി ടോർക്ക് ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് വെട്ടിക്കാനൊക്കെ ഭയങ്കര ഇതാണ്. അത് മാത്രമല്ല വണ്ടിയുടെ ആ ഒരു സ്റ്റെബിലിറ്റിയും ആ സസ്പെൻഷൻ്റെ ആ സ്റ്റിഫ്നെസ് കാരണം തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് ഇത് പോകുന്നില്ല. 80-85 നമുക്ക് സുഖമായിട്ട് വെട്ടിച്ചു പോകാം. അത് മാത്രമല്ല ആ ഒരു ഗിയർ മാറ്റിയ ടോർക്കിൻ്റെ ഒരു ഫ്ലോ ആക്ച്വലി കുറയുന്നില്ല. അത് മാത്രമല്ല ബ്രേക്കിൻ്റെ കേസ് എനിക്ക് പറയാനുണ്ട്. ഇപ്പോൾ ഏകദേശം 100-109 പോയിട്ട് നമുക്ക് ബ്രേക്ക് ചവിട്ടുമ്പോൾ ആക്ച്വലി വണ്ടി കൺട്രോളിലാണ്. അപ്പോൾ ഇതെല്ലാം നല്ലതാണ്, ഇംപ്രസീവാണ്. പക്ഷേ ഇതിൻ്റെ കൂടെ തന്നെ ഈ ഒരു വണ്ടിയുടെ NVH ലെവൽസിൽ കുറച്ച് മാറ്റം വരുത്തിയിരുന്നെങ്കിൽ ഇത് ഒരു ബെറ്റർ പ്രൊഡക്റ്റ് ആയേനെ. കാരണം ഈ ഒരു അപ്ഡേഷനിൽ ഞാൻ പ്രതീക്ഷിച്ചു ആ ഒരു റംബിൾ നോയ്സ് നന്നായിട്ട് ഇവിടെ അകത്ത് കേൾക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തൊക്കെ പ്രത്യേകിച്ച് ഈ ഗ്ലാസിൻ്റെ ഭാഗത്ത് നമുക്ക് കാറ്റിങ്ങനെ കേൾക്കാൻ പറ്റും. സോ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കാമായിരുന്നു ടാറ്റയ്ക്ക്. ഇനി ഇതെല്ലാം പറഞ്ഞ കൂടെ തന്നെ എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു ഭാഗം എന്താ വെച്ചാൽ ഇതിൻ്റെ ആ ഒരു മാപ്പും മറ്റെല്ലാം അതിഗംഭീരമാണ് ക്ലാരിറ്റി വൈസ്. പക്ഷേ നമ്മളിപ്പോൾ നാവിഗേഷൻ ഇട്ട് പോകുമ്പോൾ പെട്ടെന്ന് എനിക്ക് ലെഫ്റ്റിലേക്ക് തിരിയേണ്ട സിറ്റുവേഷനിൽ ഞാൻ ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ ആ ഒരു മാപ്പ് കംപ്ലീറ്റ്ലി കട്ട് ഓഫ് ആയിട്ട് നമ്മുടെ ബ്ലൈൻഡ് സ്പോട്ട് വരും. ബ്ലൈൻഡ് സ്പോട്ട് അതിഗംഭീരമാണ്. വൺ ഓഫ് ദ ബെസ്റ്റ് ബ്ലൈൻഡ് സ്പോട്ട് ഇൻ എനി കാറാണ്. പക്ഷേ ഒറ്റ പ്രശ്നം എന്താ വെച്ചാൽ നമ്മളവിടെ കൺഫ്യൂസ് ആയി പോകും. അപ്പോൾ നമ്മളിത് ക്ലോസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ബ്ലൈൻഡ് സ്പോട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ആ ഒരു മാപ്പ് ചെറുതായിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് വന്നിരുന്നെങ്കിൽ കുറച്ചും കൂടി രസകരമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിടത്തുണ്ട് അത് സസ്പെൻഷനകത്ത് ചെറിയ ട്വീക്സ് വന്നിട്ടുള്ളൂ. ആക്ച്വലി ട്വീക്സ് അല്ല വന്നിട്ടുള്ളത്, നല്ലൊരു വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹൈവേയിൽ പോയപ്പോൾ അത്രയും തോന്നിയില്ലെങ്കിൽ പോലും ഇങ്ങനത്തെ നോർമൽ പൊട്ടിപ്പൊളിഞ്ഞ റൂട്ടിൽ ഓടിക്കുമ്പോൾ അത് കൃത്യമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ സ്പീഡ് ചെയ്യാണ്. ആക്ച്വലി അകത്ത് ഇമ്പാക്റ്റ് വരുന്നില്ല, നല്ല രീതിക്ക് അത് അബ്സോർവ് ചെയ്യുന്നുണ്ട്. സോ ആക്ച്വലി ഇതിൻ്റെ സസ്പെൻഷനകത്ത് ഈ വെയിറ്റ് കാരണം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വണ്ടി ഹൈവേയിൽ ഓടിച്ചപ്പോൾ പറഞ്ഞിരുന്നത് ഇതിൻ്റെ അകത്തൊരു ഓട്ടോമാറ്റിക് എന്തായാലും വേണമായിരുന്നു എന്നുള്ളത്. ആക്ച്വലി ഇങ്ങനത്തെ സിറ്റുവേഷനിലാണ് അത് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്. പക്ഷേ വേറൊരു ഗുണം പറയാനുള്ളത് എന്താ വെച്ചാൽ ഈ വണ്ടിയുടെ ക്ലച്ച്
ആക്ച്വലി ലൈറ്റർ സൈഡിലേക്കാണ്. അപ്പോൾ ഇതിന് മുമ്പത്തെ ജനറേഷൻ വെച്ച് നോക്കുമ്പോൾ എനിക്ക് കുറച്ചും കൂടി ലൈറ്റർ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നമില്ല, പക്ഷെ എന്നാലും ഓട്ടോമാറ്റിക് ഒരു അത്യാവശ്യമായിരുന്നു. അപ്പോൾ ബാംഗ്ലൂർ ടൗണിൽ നിന്ന് 75 കിലോമീറ്റർ യാത്ര ചെയ്യണം. അതുപോലെ തന്നെ എയർപോർട്ടിൽ നിന്നാണെങ്കിൽ ഏകദേശം 45 കിലോമീറ്റേഴ്സ് പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സ്ഥലത്തേക്ക് എത്തും. അപ്പോൾ ആദ്യം യോഗയുടെ ഒരു കവാടം കണ്ടു. അവിടുന്ന് 3 കിലോമീറ്റർ കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്റ്റാച്യു ഉള്ള സ്ഥലത്ത് എത്താൻ പറ്റും. അപ്പോൾ ഇതൊരു മലയാണ്. ആ മലേനെ കൃത്യമായിട്ട് വെട്ടി റോഡുണ്ടാക്കിയ ഫീലാണ്. അപ്പോൾ ഈ ഒരു വണ്ടി ഇടയ്ക്കിടയ്ക്ക് തേർഡ് ഗിയറിൻ്റെ അവിടെ ഒരു ശബ്ദം, അത് എന്താ പറയുക, ഒരു ക്രാങ്ക് ശബ്ദം വരുന്നുണ്ട്. എപ്പോഴും ഇല്ല ഗിയർ മാറ്റുമ്പോൾ, പക്ഷേ ചില സിറ്റുവേഷനിൽ അത് ഇങ്ങനെ പോപ്പപ്പ് ചെയ്യുന്നുണ്ട്. സോ റിഫൈൻമെൻറ്റിൻ്റെ കേസിൽ ടാറ്റ ഒന്നും കൂടി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ആദ്യ യോഗിയുടെ അവിടെ പോയപ്പോൾ അതിഗംഭീരമായിട്ടുള്ള മഴയാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ അവിടെ വെച്ച് നമ്മൾ വണ്ടി എക്സ്ചേഞ്ച് ചെയ്തു. അപ്പോൾ നമ്മൾ ഓടിക്കുന്നത് ICNG/പെട്രോളാണ്. അപ്പോൾ ഞാനിതിനകത്ത് പെട്രോളിൻ്റെ കാര്യം കൂടുതൽ പറയാം. ICNG ആണ് ഞാൻ ആക്ച്വലി റിവ്യൂ ചെയ്യാൻ വന്നെങ്കിൽ പോലും ഇതിൻ്റെ അകത്ത് CNG ഇല്ലായിരുന്നു. എല്ലാ കാര്യമുള്ള പോലെ തന്നെ പറയാനുള്ളൂ. കാരണം എനിക്ക് വേണമെങ്കിൽ ചുമ്മാ പറയാമായിരുന്നു നിങ്ങളായിട്ട്. പക്ഷേ ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ CNGയുടെ ഡ്രൈവബിലിറ്റിയുടെ അകത്തും മറ്റിലൊന്നും വലിയ മാറ്റങ്ങളില്ലെങ്കിൽ പോലും നമുക്ക് ആ പവറിൻ്റെ അകത്ത് ഒരു 5 to 10% കുറവ് ഫീൽ ചെയ്യും ഡ്രൈവ് ചെയ്യുമ്പോൾ. ഇത്ര മാത്രമേ ഉള്ളൂ. ബട്ട് നമ്മുടെ ഇന്ത്യയിലെ വണ്ടി വെക്കുമ്പോൾ ഒബ്വിയസ്ലി ഫ്യൂൽ എഫിഷ്യൻസിക്കും അതുപോലെ റേഞ്ചും ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ഉള്ളത്. സോ അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു വാഹനം എടുക്കുകയാണെങ്കിൽ പോക്കറ്റ്സ് കുറച്ചും കൂടി സേഫർ ആയിരിക്കും. അപ്പോൾ ഈ ഒരു വാഹനം ഞാൻ അന്ന് ഗോവയിൽ ഓടിച്ച സെയിം ICNG വാഹനം തന്നെയാണ്. വലിയ മാറ്റങ്ങളൊന്നുമില്ല മെക്കാനിക്കലി. സോ മിക്ക ആളുകളും പറയുന്നത് വെച്ചാൽ CNG വണ്ടി ഓടിക്കുമ്പോൾ അല്ലെങ്കിൽ പെട്രോൾ വണ്ടി ഓടിക്കുമ്പോൾ അണ്ടർ പവേർഡ് ആണെന്ന്. അപ്പോൾ അണ്ടർ പവേർഡ് ആവാനുള്ള റീസൺ ഭയങ്കര സിമ്പിളാണ്. കാരണം ഈ വാഹനത്തിൻ്റെ അകത്ത് വെയിറ്റ് കൂടുതലാണ് ഇഫ് കമ്പയർഡ് ടു ദ കോമ്പറ്റീറ്റർ. അപ്പോൾ 1.2 ആണെങ്കിൽ പോലും ആ ഒരു വെയിറ്റ് കാരണം നമുക്കിത് നാച്ചുറലി ആസ്പിറേറ്റഡ് കുറച്ച് അണ്ടർ പവേർഡ് പോലെ ഫീൽ ചെയ്യും. പ്രത്യേകിച്ച് നമ്മൾ ഡീസലിന് ഇങ്ങോട്ട് വരുമ്പോഴാണ് അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുക. പക്ഷേ വേറെ ഒന്നും ഈ വണ്ടിയിനകത്ത് മാറിയിട്ടില്ല. അതാണ് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ. കാരണം വെച്ചാൽ ലേഔട്ടും മറ്റേ സാധനം മാറിയെന്നല്ലാതെ ടെക്നിക്കലിയും അതുപോലെ മെക്കാനിക്കലി നോ ചേഞ്ചസ് ആണ്. പക്ഷേ ഞാൻ ആഗ്രഹിച്ചൊരു സംഭവം ഉണ്ടായിരുന്നു ഇതിൻ്റെ ലോഞ്ച് സമയത്ത്, അതായത് ടർബോ പെട്രോൾ വിത്ത് DCA. കാരണം ഇവരിലെ ടർബോ പെട്രോൾ ഉണ്ട് റേസറിൽ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇവർക്ക് DCA കൂടി അറ്റാച്ച് ചെയ്തിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഇതിന് i20 അതുപോലെ തന്നെ ഫ്രോങ്സിൻ്റെ ടർബോ പെട്രോളുമായിട്ടൊക്കെ കോമ്പീറ്റ് ചെയ്യാമായിരുന്നു. അപ്പോൾ അതൊരു സാഡ് പാർട്ടാണ്. അത് കൊടുക്കാമായിരുന്നു. ആക്ച്വലി എല്ലാം ഉണ്ട്, ജസ്റ്റ് ഒന്ന് സെറ്റാക്കിയാൽ മതിയായിരുന്നു. പക്ഷെ അത് കൊടുത്തില്ല. ഇനി വണ്ടി ഓടിക്കുമ്പോൾ വരുന്ന വ്യത്യാസം എന്താ വെച്ചാൽ നമുക്ക് കോൺഫിഡൻസ് ലെവലിൽ ഡീസൽക്ക് കിട്ടുന്ന ആ ഒരു കോൺഫിഡൻസ് പെട്രോൾ ഓടിക്കുമ്പോൾ കിട്ടില്ല. റീസൺ ഭയങ്കര സിമ്പിളാണ്. ഡീസലിന് കുറച്ചും കൂടി വെയിറ്റ് കൂടുതലാണ്. അപ്പോൾ വെയിറ്റ് കൂടുമ്പോൾ ഉള്ളൊരു ഗുണം എന്താ സംഭവിച്ചാൽ നമുക്ക് കുറച്ചും കൂടി വാഹനം സ്റ്റേബിളായിരിക്കും, പ്രത്യേകിച്ച് കോർണേഴ്സും അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ. അത് മാത്രമല്ല ഇന്നലെ പ്രൊഡക്റ്റീവുമായിട്ട് സംസാരിച്ചപ്പോൾ ഞാനൊരു കാര്യം മനസ്സിലാക്കിയത് എന്താ വെച്ചാൽ വാഹനത്തിനകത്ത് വെയിറ്റ് കൂടിയ വാഹനങ്ങളാണ് ഇവർക്ക് കുറച്ച് ബുദ്ധിമുട്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ടെസ്റ്റ് കണ്ടീഷൻ, ഇപ്പോൾ ഒരു റേറ്റിങ്ങിന് പോകണം, ഒരു 5 സ്റ്റാർ റേറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ ഇവർ പറയുന്നത് വെച്ചാൽ വെയിറ്റ് കൂടിയ വണ്ടി 5 സ്റ്റാർ കിട്ടാൻ കുറച്ച് പാടാണ്. പക്ഷേ അതന്നെ വെയിറ്റ് കുറഞ്ഞ വണ്ടി പെട്ടെന്ന് കിട്ടും. ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അവർ പറയുന്നത് വെച്ചാൽ അവരുടെ ഈ ഒരു ഡീസൽ വാഹനത്തിനാണ് അവർ എല്ലാ സ്ഥലത്തും അയക്കുക. അപ്പോൾ ഡീസൽ ഇപ്പോൾ 5 സ്റ്റാർ റേറ്റഡ് ആണെങ്കിൽ ഓബിയസ്ലി പെട്രോളും CNGയും 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടും എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് നല്ല സംസാരിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു അറിവായിരുന്നു. സോ നിങ്ങളുമായിട്ടത് ഞാൻ ഷെയർ ചെയ്തു. ഇനി ഈ വാഹനത്തെക്കുറിച്ച് പ്രത്യേകിച്ച് മെക്കാനിക്കലി മാറ്റങ്ങളില്ലാത്തതുകൊണ്ട് പറയാനില്ല. ബട്ട് ഈ വന്ന ഫീച്ചേഴ്സ് കാരണം നമുക്ക് കുറച്ചും കൂടി പ്ലഷ് ആൻഡ് പ്രീമിയം ഫീലാണ് ഓൾട്രോസ് ഓടിക്കുമ്പോൾ. അപ്പോൾ ഓൾട്രോസിൻ്റെ ICNG അതുപോലെ ഡീസലിൻ്റെ ഫേസ് ലിഫ്റ്റ് വന്നപ്പോൾ 2 കാര്യങ്ങൾ നമുക്ക് ആക്ച്വലി ഹെൽപ്പ് ഔട്ട് ചെയ്യുന്നില്ല ഡ്രൈവ് ചെയ്യാനായിട്ട്. ഒന്ന് വന്നിട്ട് ഇതിൻ്റെ ഈ ഒരു ക്ലസ്റ്ററിൻ്റെ പ്ലേസ്മെൻറ്റിൽ വന്ന ഇങ്ങനത്തെ ബട്ടൺസ്. അപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ, അപ്പോൾ ഞാനിപ്പോൾ ഗിയറിടാണ്. ഗിയറിട്ട് എനിക്കൊരു സ്വഭാവമുണ്ട്, കൈ വെക്കുന്ന സ്വഭാവം. പോട്ടമില്ലുണ്ടോ, ഈ കൈ ഇവിടെ തട്ടും, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ തട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ AC-യുടെ ആ ഒരു മൂഡൊക്കെ മാറുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ചും കൂടി ഇവിടെയാണ് നമ്മൾ പറയുന്നത്, ബട്ടൺസ് എപ്പോഴും ഫിസിക്കൽ ബട്ടൺസ് ആണെങ്കിൽ അങ്ങനെ പ്രസ് ചെയ്യാൻ കുറച്ച് പാടാണ്. സോ ഇങ്ങനെ ചേഞ്ചസ് ആവില്ല. അപ്പോൾ ഇതെനിക്ക് ഫീൽ ചെയ്തൊരു മാറ്റം. അതുപോലെ തന്നെ സ്റ്റിയറിങ്, ബേസിക്കലി സ്റ്റിയറിങ്ങിൻ്റെ ബാക്കിയുള്ളൊന്നും എനിക്കൊരു പ്രശ്നം പറയാനില്ല. പക്ഷേ നമ്മൾ തിരിക്കുമ്പോൾ എനിക്കൊരു ശീലമുണ്ട്, ഇങ്ങനെ ഇട്ട് തിരിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലേ. അപ്പോൾ അതിൽ ഈ ഒരു സംഭവം ഒരു തടസ്സമായി വരുന്നുണ്ട്. 2 സ്പോക്ക് വരുമ്പോൾ ഒരു ഇഷ്യൂ ആണ്. അപ്പോൾ ഇത് 2 മാത്രമുള്ള വണ്ടി ഓടിക്കുമ്പോൾ ഒരു പ്രാക്ടിക്കലി എനിക്ക് ഫീൽ ചെയ്ത 2 ഇഷ്യൂസ് എന്ന് പറയാനുള്ളത്. ബാക്കി എല്ലാ കേസിലും ഇത് സെയിം ആസ് ഓൾട്രോസ് അല്ലെങ്കിൽ ഓൾട്രോസിൻ്റെ മുമ്പത്തെ ജനറേഷൻ. അപ്പോൾ പുതിയ ഓൾട്രോസ് 2025 അകത്ത് വരുന്നതും ഹാർമൻ്റെ സൗണ്ട് സിസ്റ്റം ആണെന്നാണ് ടാറ്റ പറയുന്നത്. പക്ഷേ എൻ്റെ ചെവി അത് പറയുന്നില്ല. ഇന്നലെ വന്ന ഉടനെ ഞാൻ വണ്ടി ഒന്ന് ട്യൂൺ ചെയ്ത് നോക്കിയപ്പോൾ, കാരണം നമ്മൾ പറയില്ലേ എൻ്റെ ഹാർമൺ ഇതല്ല എന്ന് പറയില്ലേ, അപ്പോൾ ആ ഒരു ഫീലാണ്. കാരണം ടാറ്റ വാഹനങ്ങളിൽ ഏറ്റവും ഗുണം എന്താ വെച്ചാൽ ഈവൻ ടിയാഗോയിലാണെങ്കിൽ പോലും വൺ ഓഫ് ദ ബെസ്റ്റ് സൗണ്ട് സിസ്റ്റമാണ്. സോ അതാണ് നമ്മുടെ ഒരു ബെഞ്ച് മാർക്ക്. അത് വെച്ച് നോക്കിയപ്പോൾ എനിക്ക് ആക്ച്വലി ഇത് മിസ് ഔട്ട് ചെയ്തു. പക്ഷേ ഇതിൻ്റെ ഫുൾ ഓപ്ഷൻ്റെ അകത്ത് നമുക്ക് JBLൻ്റെ ആ ഒരു ട്യൂണിങ് വരുന്ന സംഭവം വരുന്നുണ്ട്. അത് ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല, ടു ബി വെരി ഫ്രാങ്ക്. പക്ഷേ ഈ ഒരു വണ്ടിക്ക് ഞാൻ ആക്ച്വലി ഹാപ്പി അല്ല. പക്ഷേ എന്തായാലും നമ്മൾ സൗണ്ട് ട്യൂണിങ് ചെയ്യും. അപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ ലാസ്റ്റിൽ നമുക്ക് സൗണ്ട് ട്യൂണിങ് കൂടി കാണാൻ സാധിക്കും. ഓൾട്രോസ് 2025ൻ്റെ സൗണ്ട് ട്യൂണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് അക്കംപ്ലിഷ്ഡ് S എന്നൊരു വേരിയൻ്റ് ആണ്. അപ്പോൾ ICNG വേരിയൻറ്റ്.
അപ്പോൾ ഇതിനകത്ത് വരുന്ന സൗണ്ട് സിസ്റ്റം കമ്പനി പറയുന്നത് ഹാർമൻ്റെ ആണെന്നാണ്. പക്ഷേ കേൾക്കുമ്പോൾ ആ ഒരു നോർമലി ഹാർമൻ്റെ അകത്ത് ഈവൻ ടിയാഗോയിൽ കിട്ടുന്ന ആ ഒരു പഞ്ചി ബേസ് ഇതിനകത്ത് മിസ്സിംഗ് ആണ്. പക്ഷേ ഇതിൻ്റെ ഫുൾ ഓപ്ഷൻ, അതായത് CNG അല്ലാതെ പെട്രോളിൻ്റെ അകത്ത് DCAയിൽ വരുന്ന ഫുൾ ഓപ്ഷൻ്റെ അകത്ത് വരുന്ന സൗണ്ട് സിസ്റ്റത്തിൻ്റെ അകത്ത് കുറച്ചും കൂടി ക്വാളിറ്റി കൂടുതലാണ്. കാരണം അതിൽ JBL മോഡ്സ് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ സൗണ്ട് ട്യൂണിങ് ചെയ്യാം. ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ ഇതിൻ്റെ മാക്സ് ആണ് ഞാനിവിടെ പറയാൻ പോണത്. സോ ആദ്യം തന്നെ നമ്മൾ സെറ്റിങ്സിലേക്ക് പോകുന്നു, ഓഡിയോ ക്ലിക്ക് ചെയ്യുന്നു, ഈക്വലൈസർ. സോ ബേസ് +5 വയ്ക്കുക. അപ്പോൾ 5ൻ്റെ മുകളിൽ പോകുമ്പോൾ എന്താ വെച്ചാൽ റൗണ്ടഡ് ബേസ് എന്തായാലും കിട്ടുന്നില്ല. അപ്പോൾ ആ ഒരു ക്ലാരിറ്റിയിൽ ഇഷ്യൂ വരുന്നുണ്ട്. അപ്പോൾ മിഡ് വോക്കൽസിനും ബാക്കി എല്ലാത്തിനും വേണ്ടി +1 ആണ് വൺ ഓഫ് ദ ബെസ്റ്റ് സെറ്റിങ്സ് എനിക്ക് തോന്നിയത്. ട്രബിൾ +8 വെച്ചാൽ മതി. 8ൻ്റെ മുകളിൽ കഴിഞ്ഞാൽ ട്വീറ്റേഴ്സ് നന്നായിട്ട് വർക്ക് ചെയ്യും. പക്ഷേ അത് ഭയങ്കര ഹൈസായിട്ട് നമുക്ക് കുത്തുന്ന പോലത്തെ ഒരു എഫക്ട്സ് ആണ്. അപ്പോൾ ഹൈസിൽ ട്രബിൾ 8ഉം അതുപോലെ തന്നെ മിഡിൽ +1ഉം അതുപോലെ തന്നെ ബേസിൽ +5 വയ്ക്കുക. അതിനുശേഷം ബാലൻസ് ആൻഡ് ഫീഡറിൻ്റെ അകത്ത് ജസ്റ്റ് ഫീഡർ ഒരു -1 വയ്ക്കുക. സോ ദാറ്റ് ആ ഒരു ബാലൻസിങ് പ്രോപ്പർ ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു പാട്ട് കേൾക്കാൻ എന്തായാലും യൂട്യൂബിൽ പറ്റില്ല. പക്ഷേ ഈ ഒരു പാട്ട് നിങ്ങൾക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ കാണാൻ സാധിക്കും, ഓൾ തിങ്സ് ഔട്ട് ഒഫീഷ്യൽ. അപ്പോൾ അവിടെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെസ്പോൺസ് കൃത്യമായിട്ട് അറിയാൻ പറ്റും. സോ ഇതാണ് ഓൾട്രോസിൻ്റെ സൗണ്ട് ട്യൂണിങ്. അപ്പോൾ ഓൾ തിങ്സ് ഔട്ട് വേർഡിക്ട് ടൈമാണ്. ഓൾട്രോസിൻ്റെ 2 വേർഷൻസ് ഓടിച്ചു. 2 മാത്രം ഇതിൻ്റെ ആയിട്ടുള്ള USP ഉണ്ട്. ഡീസലിൻ്റെ USP ഈ സെഗ്മെൻറ്റിൽ വേറെ ഒരു ഡീസൽ വാഹനം ഇല്ല. അപ്പോൾ എന്തായാലും ഡീസൽ ഇഷ്ടമുള്ള ആളുകൾ ഈ വാഹനം തന്നെ വാങ്ങും. ഇനി പെട്രോൾ ഓൾട്രോസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ സ്പ്ലിറ്റ് ടാങ്കാണ്. അപ്പോൾ റിയറിൽ സ്പേസ് വേണം, CNG വേണമെന്ന് പറഞ്ഞാൽ ഇതല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല. പക്ഷേ അതിനകത്ത് വന്ന മാറ്റങ്ങൾ കാരണം സംഭവിക്കുന്നത് എന്താ വെച്ചാൽ കുറച്ചും കൂടി ഫാമിലിനെ ഇത് കാറ്റർ ചെയ്യും. അതായത് പ്രീമിയംനെസ് ഇഷ്ടപ്പെടുന്ന ഫാമിലി, അതുപോലെ അകത്ത് വന്നിരുന്നു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഈ വാഹനം ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസിനെക്കാളും കുറച്ചും കൂടി കൂടുതൽ ഫീലും അതുപോലെ കംഫർട്ടും നൽകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഈ വാഹനം ഓടിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം. അപ്പോൾ ഇതെല്ലാം ഇതിന് മുമ്പും സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ടാറ്റ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ പ്രൊഡക്ട്സ് നന്നായ പോരാ, സർവീസ് കുറച്ചുകൂടി നന്നാവണം. ടാറ്റയുടെ ഏത് റിവ്യൂവിന് ശേഷം നമ്മൾ ഏത് വാഹനം സജസ്റ്റ് ചെയ്യുമ്പോഴും ആളുകൾ പറയുന്നത് വെച്ചാൽ എന്തിലെ വണ്ടിയൊക്കെ അടിപൊളിയാണ്, ഫീച്ചേഴ്സ് ഉണ്ട്, സേഫ്റ്റി ഉണ്ട്, എല്ലാം ഉണ്ട്, പക്ഷേ സർവീസ്. അപ്പോൾ സർവീസ് കുറച്ചും കൂടി മെച്ചപ്പെടുത്തി കഴിഞ്ഞാൽ ഈ രണ്ടും വൺ ഓഫ് ദ ബെസ്റ്റ് പ്രോഡക്ട്സ് ആണ് അണ്ടർ ദ സെഗ്മെൻറ്റ് അറൗണ്ട് 6.5 lakhs മുതൽ 11 lakhs അണ്ടറിൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ പ്രതീക്ഷിക്കുന്നു. ഏകദേശം എല്ലാ ഭാഗവും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. സോ ഇതുപോലെ രസകരമായിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ഓൾ തിങ്സ് ഓട്ടോ ലൈക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാത്രമല്ല നമ്മൾ ഇൻസ്റ്റാഗ്രാമിലുണ്ട് ഓൾ തിങ്സ് ഓട്ടോ ഒഫീഷ്യൽ എന്ന് പറഞ്ഞിട്ട് അവിടെയും നമ്മളെ ഫോളോ ചെയ്യാൻ മറക്കരുത്.